ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ടയർ വെട്ടി തേണ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. സീറ്റ് കവറൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി നമ്മൾ തള്ളുമ്പോൾ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ട് വ്യത്യാസമുണ്ട്. ബാക്കിലത്തെ ഗിയർ ബോക്സ് ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ടയർ ഫ്രണ്ടും ബാക്കും ടയർ തീർന്നത് അതിൻ്റേതായിട്ടുള്ളൊരു പാളൽ വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. ചെറിയൊരു ഗട്ടറിൽ ചാടിയപ്പോഴും ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട്. കോൺസെപ്റ്റ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അങ്ങനെ 1-2 കംപ്ലയിൻസുകളാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയേക്കുന്നത് 17,190 കിലോമീറ്ററാണ്. 17,190. ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ലൈനർ കാണുന്നുണ്ട്. ഈ ഒരു സർവീസ് വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ തേയ്മാനം ഓവലായ രീതിയിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈനർ മാറ്റിയിടുന്നതായിരിക്കും കംപ്ലയിൻറ്റ്. ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമ്മയാണ്. ഓൾറെഡി ആ ഷാഫ്റ്റ് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിവിടെ ബെയറിങ് പ്ലേ കാണാനായിട്ട് പറ്റും. ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുമെന്നറിയില്ല, നിലവിൽ പ്ലേ ഉണ്ട്. അപ്പോൾ ശരിക്കും ആ ബെയറിങ് മാറ്റണമെങ്കിൽ പോലും നമുക്ക് ഈ ഗിയർ ബോക്സ് കേസ് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഗിയർ ബോക്സ് അടക്കം ഇറക്കിയതിന് ശേഷം വേണം നമുക്ക് ആ ബെയറിങ് മാറ്റാനായിട്ട്. അത് മാറ്റാണ്ട് കിടന്ന് ഓടുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ്. ഈ പറഞ്ഞ രീതിയുടെ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ വീലിൻ്റെ ഈ നട്ട് ചെറുതായിട്ട് ലൂസായി കൊടുക്കുക ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് ലൈനർ കൂടിയും ചേഞ്ച് ചെയ്തിടാം. അപ്പോഴാണ് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിച്ചോളാം. ടയർ തീരെ ഇല്ല, പറ്റ തീർന്നേക്കാണ്. സൈഡിൽ നോക്കുമ്പോൾ ഈ ലൈനൊക്കെ ഉണ്ട്, പക്ഷേ സെൻറ്റർ ടയറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, അതായത് റോഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഓടുള്ളൂ. കാരണം അത്രയ്ക്കും ഗ്രിപ്പ് കുറവാണ് ടയറിൻ്റെ അവസ്ഥ കേട്ടോ. പിന്നെ ഗിയർ ഓയിൽ നോക്കുമ്പോൾ ഗിയർ ഓയിൽ ഒരല്പം കുറവുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ചൊക്കെ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം. കാരണം നമുക്ക് റെഗുലറായിട്ടുള്ള സർവീസ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു പോകണം. അതുകൊണ്ട് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഈ ഭാഗത്ത് വന്നിട്ടില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ബെൽറ്റ് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് കിടക്കണേ, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് തന്നെ ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങളൊക്കെ പുതിയതാണ് കിടക്കണേ. ക്ലച്ച് യൂണിറ്റ് ആയാലും ഇവിടെ നോക്കുമ്പോൾ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. നമുക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ പ്രോബ്ലമായിട്ട് വേണ്ടത് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് ആണ്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അഴിച്ചതിന് ശേഷം ആ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഉള്ളിൽ നിന്ന് മാറ്റി കളയണം. ടയറൊക്കെ തീർന്നേക്കാണ്, അപ്പോൾ അതൊന്ന് കണ്ടിരിക്കുക. പിന്നെ അതേപോലെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല, ചെറിയ തോതിലാണ്. അപ്പോൾ നമുക്ക് ആ ഗ്യാസ്കറ്റ് കൈയോടെ മാറ്റിയിടാം. പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ നോക്കി വർക്കിംഗ് നോക്കിയാണ്. ആക്സിലേറ്റർ കേബിളൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ കാർബറേറ്ററിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ കാർബറേറ്ററിൻ്റെ ഭാഗം പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് E20 എന്ന് പറയുന്ന പെട്രോളാണ്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലംസ് കാർബറേറ്ററിന് വന്നേക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ അഴിക്കണമൊന്നുമില്ല, കാരണം ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ പ്രത്യേകിച്ച് കാർബറേറ്റർ ക്ലീനിങ് ആയിട്ടൊന്നും വരുന്നില്ല. പിന്നെ വേറൊരു കംപ്ലയിൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ ഓടിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല. പക്ഷേ എന്ന് കരുതി നമ്മുടെ വണ്ടികൾ ഇപ്പോൾ ഒട്ടുമിക്ക കാർബറേറ്റർ മോഡൽ വണ്ടികളെല്ലാം തന്നെ ഒട്ടുമിക്ക കംപ്ലയിൻറ്റിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. പക്ഷേ ഇന്ന് കയറി നമ്മൾ ഇപ്പോഴേ കയറി അത് അഴിക്കേണ്ട ആവശ്യമില്ല. പരമാവധി ഉപയോഗിക്കുക. മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ ഓവർഫ്ലോ കംപ്ലയിൻറ്റോ, ഓവർഫ്ലോ ആണ് മെയിനായിട്ട് പ്രോബ്ലമായിട്ട് വരാം. നമുക്കിത് ഈ കാർബറേറ്ററിൻ്റെ ഈ അടിയിലേക്ക് പോകുന്ന കറുത്ത പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് വഴി താഴേക്ക് പെട്രോളിയം കണ്ടിന്യൂസ് ആയിട്ട് ചാടി പോവാം. അതാണ് ഈ ഓവർഫ്ലോ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഉള്ളിലെ ഫ്ലോട്ട് വാൽവ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരാം. അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ട് വന്ന കേസാണ്. അത് വലിയ താമസമില്ലാണ്ട് വരും. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ അഴിക്കേണ്ട കാര്യമില്ല. കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ഈ ഫ്രണ്ട് ഷോക്കിൻ്റെ കംപ്ലയിൻ്റാണ്. നമുക്ക് ആ ടയറിൻ്റെ ചെറിയൊരു വേരിയേഷൻസ് കാണിക്കുക തേയ്മാനത്തിൽ. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റിയിടാം. ഇവിടുത്തെ ഈ ഷോക്ക് ശരിക്കും ഇതിൻ്റെ റൈറ്റ് സൈഡ് ഷോക്ക് ഡമ്മിയാണ്. ലെഫ്റ്റ് സൈഡ് മാത്രമാണ് നമുക്ക് ഷോക്ക് ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യാം. മറ്റേത് ഡമ്മി ഷോക്കാണ്. അതും ഈ സൈഡ് ലീക്ക് കാണിച്ചേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടയറിൻ്റെ മൊത്തത്തിലുള്ള അലൈൻമെൻറ്റിനെ ബാധിക്കും. അപ്പോൾ ഓൾറെഡി നമുക്ക് റൈറ്റ് സൈഡ് തേയ്മാനം കൂടുതലാണ് സ്കൂട്ടർ മോഡൽ വണ്ടികൾ, പ്രത്യേകിച്ച് ഹോണ്ട ആക്റ്റീവ മോഡൽ വണ്ടികൾ. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ടയറിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ തീരെ മോശം അവസ്ഥയിലേക്ക് പോയിട്ടെന്ന് പറയാൻ പറ്റില്ല.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരല്പം തേയ്മാനം നമുക്ക് സൈഡിലുണ്ടാവും. താരതമ്യേന നമുക്ക് ബാക്കിലത്തെ ടയർ ഒട്ടുമില്ല, പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ കംപ്ലയിൻറ്റ് ആ രണ്ടും കൂടി വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രോബ്ലംസ് കാണിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഷോക്ക് മാറ്റി ആ ലിങ്കിൻ്റെ കോളർ ബുഷൊക്കെ മാറ്റിയതിന് ശേഷം ടയർ ചേഞ്ച് ചെയ്തിടാം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ടയർ നമുക്ക് ചെറിയ തേയ്മാനം റൈറ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും പുതിയ ടയർ ഇട്ടാലും ഫ്രണ്ട് ടയർ ചെറിയ തേയ്മാനം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ സ്കൂട്ടർ മോഡുണ്ട് ആക്റ്റീവ 5G വരെയുള്ള വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ടിലെയും ബാക്കിലെയും വീലിൻ്റെ സൈസ് 10 ഇഞ്ച് വരാം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും പുതിയ ടയർ ഫ്രണ്ടിലിട്ടിട്ട് റൊട്ടേഷനിലേക്ക് വിടണം. ബാക്കിലത്തെ ടയറാണ് പുതിയത് തീരുള്ളൂ എങ്കിൽ കൂടി ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ എടുത്ത് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ എപ്പോഴും ഫ്രണ്ടിലിടാം. അതാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ എന്തെങ്കിലും ടയർ തീർന്നേക്കാണ് നമുക്കത് മാറ്റാതെ കൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ടയറിൻ്റെ അവസ്ഥ കേട്ടോ. പിന്നെ അതേപോലെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒരു ബെയറിങ് ഉണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടാണ് വണ്ടി ചെറുതായിട്ടൊരു ഗട്ടറി ചാടിയാൽ പോലും ഹാൻഡിലുമ്പോൾ നമുക്ക് ഇളകണ പോലെ ഒരു കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യണം. അപ്പോൾ അത് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഒരുപക്ഷെ അഡ്ജസ്റ്റിങ്ങിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചു മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഈ പറഞ്ഞത് കോൺസെപ്റ്റ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. നമുക്കത് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം ടൈറ്റ് ചെയ്ത് നോക്കാം. കാരണം കോൺസെപ്റ്റും അതിൻ്റെ ബെയറിങ്ങും മാറ്റി വന്ന സമയത്ത് നമുക്കെന്താ പറ്റുന്നത്, ഏകദേശം പാർട്സിൻ്റെയും ലേബറൊക്കെ കൂടി ഏകദേശം ഒരു 1000 രൂപയോളം ചിലവുള്ള കേസാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. സ്പാർക്ക് പ്ലഗ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. കാരണം എന്ന് വെച്ചാൽ തീരെ മോശം അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ലെവൽ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ആ കുറവുള്ളത് വേണമെങ്കിൽ ടോപ്പപ്പ് ചെയ്താലും മതി. തീരെ കളർ ചേഞ്ച് തീരെ മോശം അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ കിലോമീറ്ററും കൂടി ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം ശരിക്കും ഓയിൽ മാറ്റേണ്ടത് 3000 കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ എന്തെങ്കിലും ചെക്ക് ചെയ്തതിന് ശേഷം എഞ്ചിൻ ഓയിലിൻ്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. അതൊന്ന് ചെക്കപ്പിനായിട്ട് വിടാം. പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി 13.02 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 10.55. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയുന്നത്. പിന്നെ വേറൊരു കേസ് പറയാൻ പറ്റുമോ, ഇത് ബ്രേക്കിൻ്റെ കേബിളുകളാണ്. അതിന് ഈ ബ്രേക്ക് കേബിളുകളെല്ലാം തന്നെ കംപ്ലൈൻറ്റാണ്. അതായത് ഒരു ബ്രേക്ക് കേബിൾ ഓൾറെഡി ഫ്രണ്ടിലത്തെ പൊട്ടിയിരിക്കുന്നുണ്ട്. അതേപോലെ ഈ സൈഡിലെ ബ്രേക്ക് കേബിളും ഈ കംപ്ലൈൻറ്റ് തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. സെയിം സിറ്റുവേഷനാണ് ബാക്കിലേക്ക് പോണ കേബിൾ. ബാക്കിലത്തെ ബ്രേക്ക് കേബിളും ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഒരു ചതവ് പോലെ കാണിക്കുന്നത്, ടൈറ്റ് പോലെ കാണിക്കുന്നത് കേബിളുകളുടെയാണ്. അപ്പോൾ അതും മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ആ എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഗിയർ ബോക്സിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. അതായത് ഗിയർ ബോക്സ് അഴിച്ച് ഓയിൽ സീൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നെ പാർട്സിൻ്റെയും ലേബർ ചാർജും കൂടി എത്ര വരുമെന്നുള്ള ദിവസം നോക്കിയിട്ട് പറയാം. പിന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും 2 ടയറും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ടയർ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, എന്തായാലും നോക്കിയിട്ട് പറയാം. എന്തായാലും കംപ്ലയിൻ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ഞാൻ അത് ഇട്ടേക്കാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ക്ലച്ചിനകത്തേക്ക് വരുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ക്ലച്ചിലില്ല. എയർ ഫിൽറ്ററൊന്നും വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഇവിടെ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ഉള്ളതുകൊണ്ട് ഗ്യാസ്കറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഗ്യാസ്കറ്റും ആ ബോൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബറും. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ 3 വരുന്നുണ്ട്. ബ്രേക്ക് കേബിൾ 3 ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ഷോക്ക് 2, അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ 2. പിന്നെ നിലവിൽ നമുക്ക് പിന്നെ വന്നത് എൻജിൻ ഓയിലിൻ്റെ കേസ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഞാൻ എൻജിൻ ഓയിലും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താം. കിലോമീറ്റർ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം. കോൺസെപ്റ്റിൻ്റെ കേസ് തൽക്കാലം നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. തൽക്കാലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ സൈഡ് ഇന്നറൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്, ഈ സൈഡിലത്തെ കവർ. അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം. പിന്നെ സീറ്റ് കവർ ഉണ്ടല്ലോ, ഇപ്പോൾ കീറി കിടക്കണ്ടല്ലോ. അപ്പോൾ അതിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.